ഭഗവാന് ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് തന്നെ ചെയ്തു തരണം. ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ അടക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. ഭഗവാനെ അവിടുന്ന് തന്നെ സാധിപ്പിച്ചു തരണം. അപ്പം അതുകൊണ്ട് എല്ലാം വേണ്ടതുപോലെ ആക്കി തരാൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുക അല്ലേ. കുട്ടികളൊക്കെ കുറേ പരിശ്രമിച്ച് നോക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കൊച്ചു കുട്ടികളെ ഇങ്ങനെ നിരീക്ഷിച്ചാൽ ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക, വലിയൊരു വീടുണ്ടാക്കണേൻ്റെ ഒരു മാതൃക വീട് ഉണ്ടാക്കി വെക്കണ പോലെയൊക്കെയാണ് നമ്മളെ ഉണ്ടാക്കി വെച്ചേക്കണേ. ആ കുട്ടികളെ കുറേ നോക്കിയിട്ട് പറയും, അമ്മേ അച്ഛാ ഇത് പറ്റണില്ല, അതൊന്ന് ശരിയാക്കി തരുമോ എന്ന് പറയണു. അപ്പോൾ അച്ഛനോ അമ്മയോ ശരിയാക്കി തന്നാൽ ആ കുഞ്ഞിനെന്താ സന്തോഷം, അവനോ ശരിയാക്കിയ പോലത്തെ സന്തോഷം. അതുപോലെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണുണ്ടെങ്കിൽ നമ്മൾ ഞാനത് ചെയ്തു എന്നാണ് പറയണേ, ഞാനത് ചെയ്തു എന്നാണ് പറയണേ. അപ്പോൾ ആ ഒരു ഞാൻ എന്നുള്ള ഭാവം കളയണം. കാരണം നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്ന് ഈ ഇരിക്കണത് പോലും നമ്മളുടെ ആരുടെയും എടുക്കൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഭഗവാൻ പിടിച്ചിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് കൊണ്ട് മാത്രമേ ഇവിടെ ഇരുത്താൻ പറ്റുള്ളൂ. എത്രയോ പേര് ഈ നമ്മുടെ ഗ്രാമത്തിൽ എത്ര പേരുണ്ട്. നമ്മളെല്ലാ തവണയും പറയാനുള്ള കാര്യം, അവരൊക്കെ പല വിധത്തിലും വരാൻ യാതൊരു പ്രയാസവും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ പലർക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, വീട്ടിലെ പ്രാരാബ്ധങ്ങളുണ്ട് ഇല്ല. അപ്പോൾ അതൊക്കെ നീക്കി വെച്ചിട്ട് വയസ്സായ അമ്മയെ നോക്കണവരുണ്ടാവും, രോഗിയായിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ നോക്കണവരുണ്ടാവും, കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കാൻ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുള്ളവർ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് സമയം കളയണ എത്രയോ പേര് നമ്മുടെ ഈ ഒരു ഗ്രാമത്തിലുണ്ട്. 2-3 സപ്താഹങ്ങൾ ഇവിടെ കടന്നു പോയിട്ടും കൂടി അവരെന്ത് സപ്താഹം എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കണ്ടേ, അത് നോക്കിയാലല്ലേ അറിയുള്ളൂ. ഈ സപ്താഹം എന്ന് പറഞ്ഞാലൊക്കെ എന്തെന്നോ, അതൊക്കെ ആർക്കെ മനസ്സിലാവുക, ഇതൊക്കെ വല്ലവർക്കും മനസ്സിലാവും. ഈ സംസ്കൃതം അവരിങ്ങനെ കുറേ വായിക്കും. നമ്പൂരിമാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോന്ന് ചെയ്യും, അത് കണ്ട് അങ്ങനെയാ പറയാ. അങ്ങനെ